كتاب الله للأرواح روح. ആത്മീയ പാതയിൽ ലാളിത്യത്തിന്റെ പര്യായമായി ജീവിക്കുന്ന ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ഓരോ ചലനങ്ങളും സ്രഷ്ടാവിന്റെ തൃപ്തി ആഗ്രഹിച്ചുള്ളതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ബോധ്യമാവും. സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശ പ്രചാരണ രംഗത്ത് സമസ്തക്കുള്ള പ്രാധാന്യം അനിഷേധ്യമാണെന്നും സമസ്തയുടെ പേർ കടമെടുത്ത് പ്രത്യക്ഷപ്പെട്ട ചിലർ ഗുരുത്തക്കേടിൽ അകപ്പെട്ടു എന്നുമാണ് ഉസ്താദിന്റെ പക്ഷം. അത് ഗുരുത്തക്കേട് വന്നുപിടിയാണ്. സമസ്തനെ 6 പേര് അതിന് പിരിഞ്ഞു പോയി. ബാക്കി 36 അൽഹംദുലില്ലാ ആ സമസ്തയെ പ്രവർത്തിക്കേണ്ട വീടാണ്. അതേ ചെറിയൊരു കുരുത്തക്കേട് വന്നാണ് അവർക്ക് തോന്നുന്നത്. അല്ല നമുക്കതിനെപ്പറ്റി ഞാൻ കുറ്റം പറയാൻ പോകില്ല. അത് ഹക്കിൻ്റെ അഹ്ലിയാർ ഔലിയാക്കന്മാർ സംഘടന സമസ്ത. നമ്മൾ അബ്ദുൽ വാലിം സിയാണ് നമ്മൾ ആദ്യം വയ്ക്കാൻ മുപ്പായിട്ടാണ് നമ്മൾ. പിന്നെ അതിൻ്റെ ഇസ്ലാമൊക്കെ നമ്മളിൽ ബന്ധമുണ്ട്. സമസ്തയ്ക്കു പകരമാവാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നും ഹക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്നുമാണ് ഉസ്താദിന്റെ നിലപാട്. രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം ലീഗും ആത്മീയ രംഗത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമാണ് തന്റെ പ്രതീക്ഷയും വിശ്വാസവും. അവിടെയാണ് നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തേണ്ടതെന്നും ഉസ്താദ് വ്യക്തമാക്കുന്നു. നമുക്ക് 2 സംഘടന എനിക്ക് കഴിയില്ല. ഒന്ന് സമസ്ത, ഒന്ന് മുസ്ലിം ലീഗ്. ഇതിന് മാറിയിട്ട് ഞാൻ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മെമ്പർ ക്യാൻസീസിൻ്റെ ഒരു മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ ഇതിന് പുറത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്. ആ 2 ഇതിൽ നമ്മൾ അന്നും ഇന്നും ഒരുപോലെ എപ്പോഴും പുറത്ത് നിൽക്കേണ്ട അവസ്ഥയിലാണ്. പാലക്കാട് കുട്ടികൾ സംശയമില്ല. അങ്ങനെ മഹാന്മാരൊക്കെ ഞാൻ പരമ്പരയിൽ അൽഹംദുലില്ലാ അവർ പുറത്ത് നിർത്തിയിട്ടുണ്ട്. സമസ്തക്കെതിരെ ആരോപണങ്ങളുമായി വരുന്നവർ തങ്ങളുടെ വിശ്വാസത്തിന് ഭംഗം വരുന്നത് ഭയപ്പെടണമെന്ന് അത്തിപ്പറ്റ ഉസ്താദ് തുറന്നു പറയുന്നു. അത് ഭംഗം വന്നു കഴിഞ്ഞാൽ ഈമാൻ കേടെത്തുമ്പോൾ വിശ്വസിക്കാനാണ്. ഈ 2 സമസ്തയ്ക്ക് എല്ലാവരുടെ രൂപത്തിൽ മനസ്സിലെന്തെങ്കിലും വന്നു പോകേണ്ടത് നല്ല ലക്ഷണമല്ല. പെട്ടെന്ന് സൂക്ഷിക്കേണ്ടതാണ് എന്ന് മാത്രം ഞാൻ എല്ലാവരും പറയാറുണ്ട്. സമസ്ത എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ മഹാന്മാരുടെ പരമ്പരയിലായിരുന്നു. അത് തെറ്റിപ്പിരിഞ്ഞ് കുറച്ചാൾ പോയിട്ടുണ്ട്. അത് തിരിച്ചു വരുന്ന നമ്മൾ ആഗ്രഹിക്കണം. അള്ളാഹു ഹക്ക് വിജയിക്കാൻ അത് കുഴപ്പമൊന്നുമില്ല. അത് കഴിയായിട്ട് എന്ന് നമുക്ക് പറയാനുള്ളത്. ഏതു സദസ്സുകളിലും 4 ആൾ കൂടുന്നിടത്തുമെന്നു വേണ്ട, ഒറ്റക്കൊരാളെ കണ്ടാൽ പോലും ഉസ്താദിന്റെ സതുപദേശം ലഭിക്കും. കേരളത്തിലെ മുസ്ലിങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ വാക്കുകൾ നെഞ്ചേറ്റുന്നുവെന്നതിന് ജീവിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ദർശനയുടെ പ്രേക്ഷകരോടും പറയാനുണ്ട് ഉസ്താദിന് ചില കാര്യങ്ങൾ. എപ്പോഴും ബിസ്മി പതിവാക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൂടെ കയറുമ്പോൾ ശൈത്താൻ ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ മുഴുവൻ നല്ല കാര്യങ്ങളെല്ലാം ബിസ്മി പതിവാക്കിയാൽ അത് സ്വാദാൻ്റെ ലക്ഷണമുണ്ട്. നല്ല ലക്ഷണം ബിസ്മി എല്ലാവർക്കും നല്ല കാര്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ബിസ്മിയോട് തുടങ്ങുക. പിന്നെ ഹംദാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. എപ്പോഴും ഹംദ് ഉണ്ടാകും. അൽഹംദുലില്ലാഹ് ഈ നിഅമത്തിന് എപ്പോഴുമാണ്. ഏത് നിഅമത്താണെങ്കിലും ആ നിഅമത്തിന് അൽഹംദുലില്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അൽഹംദുലില്ലാഹ് നമുക്ക് ഉയർച്ച ഉണ്ടാകും. നേരമറിച്ച് നമ്മൾ നിഅമത്തിന് ശുക്രില്ലാത്ത രൂപത്തിൽ വായിന്ന് പറഞ്ഞാൽ കേടാണ്. പ്രത്യേകിച്ച് നമ്മൾ മക്കളെ പറ്റിയൊക്കെ ഇപ്പോൾ പഠിക്കാത്ത മകനാണെങ്കിലില്ല, പഠിക്കണമെന്നേ പറയും. നല്ല വാക്ക് ആ കുട്ടിനെ പറ്റി പറയും. കുട്ടിനെ പറ്റി കേടുള്ള വാക്ക് പറയില്ല. അൽഹംദുലില്ലാഹ് അങ്ങനെ അത് ശീലിപ്പിക്കണം. നേരമറിച്ച് നമ്മൾ മക്കളെ പറ്റിയോ മറ്റുള്ള പറ്റിയോ ദുഷിച്ചത് വന്നാൽ വായിൽ നിന്ന് വരുവാണെങ്കിൽ അത് ക്രമേണ ദുഷ്ടേക്ക് വരുള്ളൂ. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് അങ്ങനെ. പിന്നെ ഒരാഹുലൊക്കെ എല്ലാവില്ല ഇതാണ് നമുക്ക് ഏറ്റവും ഉണ്ടാകുന്നത്. വിഷ്ണു വേണം. പിന്നെ വീട്ടിലേക്ക് ഇറങ്ങുന്ന അവസരം വിഷ്ണു ചൊല്ലിയിട്ട് ഇറങ്ങാവൂ. ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി എല്ലാവരും പതിവാക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് ഇറങ്ങാൻ ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അമാനും മുൻകുള്ളി ചൂന്നുണ്ട് അഭിമാനം ഏതാണ് രോഗങ്ങൾ എന്ത് നാശങ്ങൾ ഉണ്ടാവില്ല. ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് വലാ ഹൗല കൂട്ടിലാണെങ്കിൽ ഒരാളുണ്ട് ബിസ്മില്ല തവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ആ യാത്ര ബർക്കത്തുണ്ടാവും.
വീട്ടിലേക്ക് കയറുന്ന അവസരത്തിൽ ബിസ്മി എല്ലിട്ടേക്ക് കയറാവും. ബിസ്മി ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അത് നല്ല ലക്ഷണമാണ്. അതാണ് ഏറ്റവും പതിവാക്കി ഉണ്ടാക്കേണ്ട പരിപാടി. വേറെ